യാത്രയ്ക്ക് മുമ്പ് ടിപ്പ് ചോദിക്കരുത് എന്ന് ട്രാവൽ ആപ്പുകൾക്ക് കേന്ദ്ര നിർദ്ദേശം. യാത്ര ബുക്ക് ചെയ്യുമ്പോൾ ടിപ്പ് നൽകാൻ ആവശ്യപ്പെടുന്ന രീതി ഒഴിവാക്കണം. റാപ്പിഡോ, ഊബർ തുടങ്ങിയ ആപ്പുകൾക്ക് ഗതാഗത മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയത്. യാത്ര പൂർത്തിയാകുമ്പോൾ യാത്രക്കാരന് സ്വമേധയാ ടിപ്പ് നൽകാമെന്നും കേന്ദ്രം. അതിൽ പലരുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ നിർബന്ധിത ടിപ്പ് വേണ്ട എന്നാണോ കേന്ദ്ര നിർദ്ദേശം? ഉറപ്പായും അങ്ങനെയാണ്. നിർബന്ധിതമല്ലെങ്കിൽ കൂടി ചില ആപ്ലിക്കേഷനുകൾ ഊബറും ഒലയും ഒപ്പം റാപ്പിഡോയും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പിന്റെ ഒരു ഓപ്ഷൻ കാണിക്കാറുണ്ട്. അങ്ങനെ ഓപ്ഷൻ ചെയ്താൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും, നിങ്ങൾ ടിപ്പ് നൽകുകയാണെങ്കിൽ 30 or 50 ഒക്കെ ടിപ്പ് നൽകിയാൽ വേഗത്തിൽ റൈഡ് ലഭിക്കും, വേഗത്തിൽ വാഹനം ബുക്ക് ചെയ്യാനാകും എന്ന് പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ പാടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇനി മുതൽ ആപ്ലിക്കേഷൻ തുറന്ന് ബുക്ക് ചെയ്യുമ്പോൾ ടിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ വെക്കരുത്. പകരം യാത്ര പൂർത്തിയാക്കിയ ശേഷം സ്വമേധയാ വേണമെങ്കിൽ ടിപ്പ് നൽകാനുള്ള ഓപ്ഷൻ നൽകാം. പക്ഷെ അതിനു മുൻപ് യാത്ര ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടിപ്പ് നൽകാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കരുത്. അത് ഉപഭോക്തൃ നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് കാട്ടിയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റാപ്പിഡോ, ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾക്കാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ യാത്ര ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറെ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് ടിപ്പിനുള്ള അവസരം കാണിക്കുന്നത്, ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അതിലേക്ക് 20, 30, 50 എന്നൊക്കെ ഒരു ഓപ്ഷനും കാണാം. അതിലേതെങ്കിലും ക്ലിക്ക് ചെയ്ത് അത് ആഡ് ഓൺ, നമ്മൾ കൊടുക്കേണ്ട തുകയേക്കാൾ 30 കൂടി അധികം നൽകണം എന്നൊരു ഓപ്ഷനാണ്. അത് ഇനി പാടില്ല യാത്രയ്ക്ക് മുൻപ് എന്ന നിർദ്ദേശം ഇപ്പോൾ ഗതാഗത മന്ത്രാലയം ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്നു. യെസ്, അതിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് നൽകുന്ന സേവനത്തിന് സന്തോഷത്തിന്റെ പേരിൽ നൽകുന്നതാണ് ടിപ്പ്, അല്ലെ? അപ്പോൾ ഈ സേവനം നൽകി കഴിയട്ടെ, അതിനുശേഷം കൊള്ളാമെങ്കിൽ ടിപ്പ് കൊടുത്തോളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശിക്കുന്നത്.